പക്കാ കച്ചവടക്കാരനായ ട്രംപിന് മനസ്സിലാകുന്ന ഏക ഭാഷ വെപ്പൺസൊക്കെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഷോക്കേസ് ചെയ്ത് ആ വെപ്പൺ നിർമ്മാണശാലകൾ തഴച്ചു വളരാൻ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തഴച്ചു വളരാൻ അമേരിക്കയിൽ വഴി ഒരുക്കാൻ ഈ യുദ്ധങ്ങൾ ആവശ്യമാണ്. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. 2 മാസത്തേക്ക് മാത്രമാണ് സെനറ്റിൻ്റെയും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അനുമതി ഇല്ലാതെ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് അനുമതിയുള്ളത്. അതിനുശേഷം, അതായത് ഫെബ്രുവരി 28 തുടങ്ങി, മാർച്ച് 28, ഏപ്രിൽ 28. അപ്പോൾ ഏപ്രിൽ അവസാനിക്കുന്നതിന് മുൻപ്, ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് യുദ്ധത്തിൽ ഒരു നിശ്ചിത ലെവൽ കൈവരിച്ചില്ല എങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് ട്രംപിന് കൂടെ നിൽക്കില്ല. ഈ വാർ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമനിർമ്മാണമുണ്ട് അമേരിക്കയിൽ. അത് 1973 നിയമനിർമ്മാണമാണ്. അതനുസരിച്ചാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് നിർണായക സമയത്ത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാം, 2 മാസത്തേക്ക് കൊണ്ടുപോകാം, അതിനുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിച്ച് പിൻവാങ്ങാൻ 1 മാസം കൂടെ സമയം കിട്ടും. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ 2ാം ഘട്ട ചർച്ച നടക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ അമേരിക്കയും ഇസ്രായേലും പൊതുവെ സ്വീകരിക്കുന്ന രീതി സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുക എന്നതല്ലേ? ഇറാന്റെ അതിഥികളെയും അവിടുത്തെ നേതാക്കളെയും കൊല്ലുന്നതടക്കമുള്ള ചതിപ്രയോഗങ്ങൾക്ക് പുറമെ സമാധാന ചർച്ച നടക്കുന്ന വേളയിൽ തന്നെ യുദ്ധം തുടരുന്ന ശൈലിയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും സ്വന്തമാണ്. അത് പലതവണ നമ്മൾ കണ്ടതുമാണ്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ആണവ വിഷയത്തിൽ US ഇറാനുമായി ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചകൾ ഫലവത്താകുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ പൊടുന്നനെ ആക്രമണം ആരംഭിച്ചു. 6 ആഴ്ചക്കാലം യുദ്ധം ചെയ്ത് ഒടുവിൽ ഇറാന്റെ സൈനിക ശേഷിയും ആയുധശേഷിയും വിചാരിച്ചതിനേക്കാൾ ശക്തമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സമാധാന ചർച്ചകൾക്ക് തയ്യാറാവുകയും ചെയ്തു. ഒടുക്കം മധ്യസ്ഥ ചർച്ചകൾ വിജയിക്കുന്നു എന്ന ഘട്ടമെത്തിയപ്പോൾ നെതന്യാഹു ഇടപെട്ടു, അതും അട്ടിമറിച്ചു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ യുദ്ധം നിർത്താൻ ഇവർക്ക് താല്പര്യമില്ലേ? യുദ്ധക്കുതിന്മാരായ ട്രംപിനും നെതന്യാഹുവിനും സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ലേ? എന്താണ് ഈ നേതാക്കളുടെ മനസ്സിലിരിപ്പ്? ചില വ്യക്തികളെങ്കിലും പെർപ്പച്വൽ സ്റ്റേറ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ആഗ്രഹിക്കുന്നവരാണ്, അത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അങ്ങനെ മനോഭാവമുള്ള വ്യക്തികൾ ഒരു രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് തിരഞ്ഞെടുപ്പിലൂടെ വരുമ്പോൾ ആ രാജ്യത്തിന് ആ വ്യക്തിയെ തിരുത്തേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപ് വെറുതെ എങ്ങനെ വന്നതൊന്നുമല്ല, ഒരു വലിയ പ്രതീക്ഷ അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്തിരുന്നു. ഐ വിൽ മേക്ക് ദ സ്റ്റേറ്റ്, ദി നേഷൻ കോൾഡ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഒബാമയുടെ കാലത്ത്, അല്ലെങ്കിൽ തന്നെ മുൻഗാമികളായ ബൈഡൻ്റെ ഉൾപ്പെടെ കാലത്ത് തകർന്നടിഞ്ഞ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താൻ പുനരുജ്ജീവിപ്പിക്കും. ഇതായിരുന്നു വലിയ പ്രോമിസ്. ഇത് വലിയ എണ്ണം അമേരിക്കക്കാർ അത് പൂർണ്ണമായി സ്വാഗതം ചെയ്തു. എങ്ങനെയാണ് ഗ്രേറ്റ് ആക്കുക? 2 വഴിയിൽ. അനധികൃത കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കും, ഡ്രഗ് മാഫിയയുടെ പ്രവർത്തനം അവസാനിപ്പിക്കും, നുഴഞ്ഞുകയറ്റങ്ങൾ, മെക്സിക്കോ വഴിയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, ലാറ്റിൻ അമേരിക്കയിലെ വെനിസ്വല ഉൾപ്പെടെ കൊളംബിയ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഡ്രഗ് മാഫിയയുടെ പ്രവർത്തനം അവസാനിപ്പിക്കും. അങ്ങനെ അമേരിക്കക്കാരുടെ ആരോഗ്യം തങ്ങൾ വീണ്ടെടുക്കും. അമേരിക്കയിലേക്ക് ന്യായമായ യാത്രാരേഖയുമായി, വർക്ക് പെർമിറ്റുമായി കടന്നു വരുന്നവർ മാത്രം അമേരിക്കയിൽ ജോലി ചെയ്താൽ മതി. അമേരിക്കയുടെ ഗുണമേന്മ താൻ ഉറപ്പുവരുത്തും. അതാണ് മാഗ ക്യാമ്പിലെ അമേരിക്കക്കാർക്ക് സ്വീകരിക്കാവുന്ന ഒരു വലിയ പ്രപ്പോസൽ. അതാണ് ഒരു വശം. 2, അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ബേസായി മാറ്റും. പ്രൊഡക്ഷൻ ബേസായി മാറ്റണമെങ്കിൽ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിങ്ങനെ ഡംപ് ചെയ്യുന്ന പ്രവണത ഒഴിവാക്കും. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ചൈനയിൽ നിന്നുൾപ്പെടെ വൻതോതിൽ ഫിനിഷ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ മറ്റ് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവന്ന് അവിടെ വൻതോതിൽ തള്ളുകയാണ്. അപ്പോൾ ഇവിടുത്തെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന നിലയിൽ അമേരിക്ക പ്രവർത്തിക്കാനാവാതെ വരും. അതുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അതിനുവേണ്ടി ട്രംപ് ടാരിഫ് എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കൻ ജനത മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ടാരിഫിന് വേണ്ടിയും കൂട്ടുനിന്നു. 3, അമേരിക്കൻ ജനത വലിയ പ്രതീക്ഷയിലായി. ഡൊണാൾഡ് ട്രംപ് ചില കാര്യങ്ങൾ ഏറ്റെടുക്കും. കാനഡ വേണമെങ്കിൽ അങ്ങ് 41ാമത്തെ സ്റ്റേറ്റാക്കി മാറ്റും. ഗ്രീൻലൻഡിനെ അമേരിക്കയുടെ ഭാഗമായി അങ്ങ് മാറ്റി അവിടെ വലിയ തോതിൽ മൈനിങ് ഒക്കെ നടത്തി അമേരിക്കയെ സമ്പുഷ്ടമാക്കും. പാനമ കനാൽ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണ്, അതുകൊണ്ട് തങ്ങൾ അതങ്ങ് എടുക്കുകയാണ്. അങ്ങനെ എടുത്തെടുത്ത് പോയപ്പോഴും അമേരിക്കയിൽ നിന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും വെല്ലുവിളികളൊന്നും ആഭ്യന്തരമായി ഉണ്ടായില്ല. പലരുടെയും പുരികങ്ങൾ ചൊളിഞ്ഞു. ഇതൊക്കെ സാധ്യമാകുന്ന കാര്യമാണോ? ട്രംപ് പറയുന്നതല്ലാതെ. പക്ഷേ
ട്രംപ് നാലാമത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, മാഗാ ക്യാമ്പിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, അമേരിക്കയ്ക്ക് വലിയ തോതിൽ ബ്ലീഡ് ചെയ്യുന്ന പണം നഷ്ടപ്പെടുന്നത് ആവശ്യമില്ലാത്ത യുദ്ധങ്ങളിൽ അമേരിക്ക ഏർപ്പെടുന്നത് കൊണ്ടാണ്. അഫ്ഗാൻ യുദ്ധത്തിൻ്റെ കണക്കുകൾ ഡൊണാൾഡ് ട്രംപ് നിരത്തി. അതുപോലെ വിയറ്റ്നാം യുദ്ധം, മുമ്പ് നടന്ന വിയറ്റ്നാം യുദ്ധം, മറ്റ് യുദ്ധങ്ങൾ, ഇവിടെയെല്ലാം അമേരിക്കൻ സേനകൾ തളച്ചിടപ്പെട്ടു, ആൾനാശമുണ്ടായി, വലിയ തോതിൽ ചിലവുണ്ടായി. അതൊക്കെ വലിയ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസിലെ എക്സ്പോഷറും ബാധ്യതയാണ്. WHO പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും താനിതാ പിന്മാറുന്നു. അതുകൊണ്ട് ബാഹ്യമായ ഇടപെടലുകളൊന്നും യൂറോപ്യൻ പവർ പോളിറ്റിക്സിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ താല്പര്യമില്ല. മുൻകാലങ്ങളിൽ 200 വർഷം മുൻപ് മൺട്രോ ഡോക്ടറിൻ പറഞ്ഞിരുന്നതും അതുതന്നെയാണ്. അമേരിക്ക വളരണം. യൂറോപ്പിൽ നടക്കുന്ന ചക്രവർത്തി പോരാട്ടങ്ങൾ ഫ്രാൻസും ജർമ്മനിയും തമ്മിലും, ജർമ്മനിയും ബ്രിട്ടനും തമ്മിലും, ബ്രിട്ടനും ഫ്രാൻസും തമ്മിലും, സ്പെയിനും ഫ്രാൻസും തമ്മിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങൾ, ഇതിലൊന്നും പക്ഷം ചേരാൻ അമേരിക്കയ്ക്ക് താല്പര്യമില്ല. സ്വതന്ത്രമായി നിലനിന്ന് വളരാൻ ശ്രമിക്കണം. ഇത് 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ വളരെ സ്വീകാര്യമായി തോന്നി. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പുതിയ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അവസാനിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ട്രംപ് കൂടുതൽ യുദ്ധത്തിനുള്ള വിത്തുകൾ പാകുകയായിരുന്നു. ഇപ്പോൾ ഇതാ ഇറാനെ നേരിട്ട് ആക്രമിച്ച് യുദ്ധം നടത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, യുദ്ധം തീർക്കാൻ ക്രിയാത്മകമായ ഒരു നിലപാടും അമേരിക്ക എടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, ട്രംപ് എല്ലാ പരിധികളും അതിലംഘിക്കുന്നു. നോക്കൂ, ട്രംപിന് അമേരിക്കൻ ജനത ഒരു മാൻഡേറ്റ് നൽകി. ഇതിനു വേണ്ടിയുള്ള മാൻഡേറ്റ് അല്ല നൽകിയത്. അമേരിക്ക സ്വസ്ഥമായി ഭരിക്കാൻ വേണ്ടിയാണ്, അമേരിക്കയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, യുദ്ധത്തിലൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പക്ഷേ പക്കാ കച്ചവടക്കാരനായ ട്രംപിന് മനസ്സിലാകുന്ന ഏക ഭാഷ വെപ്പൺസൊക്കെ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, ഷോക്കേസ് ചെയ്ത് ആ വെപ്പൺ നിർമ്മാണശാലകൾ തഴച്ചു വളരാൻ, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തഴച്ചു വളരാൻ അമേരിക്കയിൽ വഴി ഒരുക്കാൻ ഈ യുദ്ധങ്ങൾ ആവശ്യമാണ്. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. അതോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ എണ്ണം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുന്നു. മാഗാ ക്യാമ്പിനുള്ളിൽ പോലും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പിനുള്ളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഏതാണ്ട് എല്ലാവരും തന്നെ ട്രംപ് വിരുദ്ധരായി മാറിക്കഴിഞ്ഞു. പൊതുജനാഭിപ്രായം, ട്രംപിൻ്റെ ജനപ്രീതി എക്കാലത്തെയും, മുൻ പ്രസിഡൻസിയുടെ കാലത്തും ഇപ്പോഴത്തെ കാലവും തട്ടിച്ചു നോക്കിയാൽ എക്കാലത്തെയും ഏറ്റവും താണ നിലവാരത്തിൽ എത്തി നിൽക്കുന്നു ട്രംപിൻ്റെ ആഭ്യന്തര ജനപ്രീതി. കേവലം 39% ആളുകൾ പോലും ട്രംപിൻ്റെ പ്രവൃത്തികളെ അംഗീകരിക്കുന്നവരില്ല. അങ്ങനെ ട്രംപ് എല്ലാവരാലും വെറുക്കപ്പെട്ട അമേരിക്കയ്ക്ക് ഉള്ളിലും പുറത്തും യൂറോപ്യന്മാർ ഇനി വിശ്വസിക്കുമോ ട്രംപിനെ? ട്രംപ് പറഞ്ഞ എന്തെങ്കിലും കാര്യം യൂറോപ്യന്മാർ ഇനി അംഗീകരിക്കുമോ? അതുകൊണ്ടാണ് യൂറോപ്പ് ഈ യുദ്ധത്തിൽ, ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നെയ്റ്റോ പങ്കെടുക്കാതിരുന്നത്. ഫ്രാൻസും ബ്രിട്ടനും പോലെ എക്കാലത്തും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന രാജ്യങ്ങൾ ഒരു നിസ്സംഗ മനോഭാവം സ്വീകരിക്കുകയും ഇത് തങ്ങളുടെ യുദ്ധമല്ല എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടല്ലേ എല്ലാവരെയും ടാരിഫ് യുദ്ധം കൊണ്ട് വെറുപ്പിച്ചു. ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ഗ്രീൻലാൻഡ് ഉൾപ്പെടെയുള്ള ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡെൻമാർക്ക് ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളെ വല്ലാതെ വെറുപ്പിച്ചു. കാനഡയെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കാനഡയെ വെറുപ്പിച്ചു. എന്തിന് തൊട്ടടുത്തുള്ള പനാമയെ വെറുപ്പിച്ചു. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റം ലാറ്റിൻ അമേരിക്കൻ റീജിയനിൽ തന്നെ വലിയ അസ്വസ്ഥത പടർന്നു. ക്യൂബയിൽ അമേരിക്ക ചില വെനിസ്വേല മാതൃകയിലുള്ള ഏറ്റെടുക്കൽ നടത്തും എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയും ആരക്ഷിതബോധം. ലോകത്തെ ഇത്രയധികം ആരക്ഷിതാവസ്ഥ പടർത്തിയ ഒരു ലോക നേതാവും, ഒരു ഹിറ്റ്ലറിൻ്റെ മുസോളിനിയുടെ കാര്യം ഞാൻ മാറ്റി വെക്കുന്നു, മറ്റ് 2ാം ലോകമഹായുദ്ധാനന്തരം ഇത്രയും അധികം സംഘർഷവും അസ്വസ്ഥതയും ലോകമാകമാനം പടർത്തിയ മറ്റൊരു നേതാവില്ല എന്ന് പറയേണ്ടി വരും. അവിടെ നിന്നുകൊണ്ടാണ് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ ട്രംപ് തയ്യാറാവുന്നില്ല. അതിനുള്ള കാരണം എന്താണ്? എപ്പോഴും എല്ലാ കണ്ണുകളും തന്നിലേക്കാവണം. ലോകം കേൾക്കുന്ന എല്ലാ പ്രസ്താവനകളും തൻ്റെ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആവണം. താനായിരിക്കണം ആദ്യ വാക്ക്, എല്ലാ വിഷയങ്ങളിലും താൻ തന്നെ ആയിരിക്കണം അവസാന വാക്ക്. ഇതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുക? മെഗലോമാനിയ എന്ന് പറയാം, അല്ല എങ്കിൽ ജിങ്കോയിസം എന്ന് പറയാം, അല്ല എങ്കിൽ ശുദ്ധ അസംബന്ധം എന്നും പറയാം. അപ്പോൾ ട്രംപിൻ്റെ മനോനില അവിടെ വലിയ വിഷയമാണ്. അത് ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ ഡീൽ ട്രംപ് പറഞ്ഞ 2 വാക്കുകളാണ്. ഒന്ന് ടാരിഫിൽ ഏറെ കൈപൊള്ളി ട്രംപിന്. അമേരിക്ക ചില നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ട് ട്രംപ് പറയുന്നു. പക്ഷേ ആത്യന്തികമായി ഗുഡ്വിൽ നഷ്ടപ്പെടുമ്പോൾ താൽക്കാലികമായി ടാരിഫിലൂടെ ഉണ്ടാക്കിയ നേട്ടം ഒരുപക്ഷെ കോടതി ഇടപെട്ട് അത് നള്ളിഫൈ ചെയ്യുമ്പോൾ ഇത് താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കും. മറ്റേത് ഡീലാണ്.
എന്തിനും ഏതിനും സമ്മർദ്ദപ്പെടുത്തി ഡീലിൽ ഏർപ്പെടുപ്പിക്കാൻ കഴിയില്ല. ഇത് ബിസിനസ് അല്ല. ബിസിനസ്സുകാരന് ട്രംപിന് മനസ്സിലാവാത്ത ഒരു ബിസിനസ്സാണ് അന്താരാഷ്ട്ര നയതന്ത്രം. ഇറാനെ പോലെ ഒരു രാജ്യത്തെ, അതൊരു സിവിലൈസേഷൻ പവറാണ്, അതൊരു വലിയ സംസ്കാരത്തിൻ്റെ കളിത്തട്ടാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ശിലായുഗത്തിലേക്ക് പറഞ്ഞു വിടും. ആ രാജ്യത്തിൻ്റെ സംസ്കാരം തങ്ങൾ അവസാനിപ്പിക്കും. ആ രാജ്യത്തെ തന്നെ ഫിനിഷ് ചെയ്യും. ജനതയെ ഉന്മൂലനം ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്തും ഇറാനിയൻ ജനതയ്ക്കെന്നല്ല, ആത്മാഭിമാനമുള്ള ആർക്കും ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് അജാന്ത ശത്രുത, നിതാന്ത ശത്രുത, ഇതെല്ലാം തന്നെ ഒരു ജനതയുടെ, ഇറാൻ എന്ന ജനതയുടെ. അപ്പോൾ ഏതെല്ലാം രീതിയിൽ ഇറാൻ ഇനിയും ഭാവി ഇറാനെക്കുറിച്ചൊന്ന് സങ്കല്പിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഭാവിയിൽ ഇറാൻ എന്തുമായിക്കൊള്ളട്ടെ, ഈ യുദ്ധം എങ്ങനെയും അവസാനിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ എങ്ങനെ അവസാനിച്ചാലും അമേരിക്കയുമായിട്ടുള്ള ശത്രുത, ഇസ്രായേലുമായുള്ള ശത്രുത, ഏത് കരാറിലൊപ്പിട്ടാലും ശരി, അത് തീരുമോ? ഇറാൻ അനുഭവിച്ച നാശനഷ്ടങ്ങൾ, അതിനാരാണ് പോലും ഗാസയിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾ, അതിനൊക്കെ ആരാണ് ഉത്തരം പറയുക? അപ്പം അതുകൊണ്ട് യുദ്ധവിജയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പറയും എ ബാറ്റിൽ ഈസ് വൺ ബട്ട് എ വാർ ഈസ് ലോസ്റ്റ്. ചില ഏരിയകളിൽ ചെറിയ വിജയങ്ങളുണ്ടാകും, പക്ഷേ ആത്യന്തിക പോരാട്ടം പരാജയപ്പെടും. മാനസികമായ യുദ്ധത്തിൽ അമേരിക്ക ഇത് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു ഗെയിമല്ല എന്ന് പലപ്പോഴും ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർപ്പിക്കുന്നുണ്ട്. അമേരിക്ക പക്ഷം, ഇറാൻ പക്ഷം എന്നും തിരിഞ്ഞുകൊണ്ട് ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ട കാര്യമല്ലത്. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ അമേരിക്കയുടെ ഈ മനോഭാവം, പ്രസിഡന്റ് ട്രംപിൻ്റെ മനോഭാവം അമേരിക്കൻ ജനതയ്ക്ക് തിരുത്താൻ കഴിയും. അമേരിക്കൻ കോൺഗ്രസ്സിന് തിരുത്താൻ കഴിയും. അമേരിക്കൻ കോൺഗ്രസ്സിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട്. നവംബർ മാസം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ നവംബറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാം സെറ്റപ്പാക്കി അമേരിക്കയ്ക്ക് അനുകൂലമായ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി കാര്യങ്ങൾ വളരെ പുഷ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ സർവനാശം വിതച്ചുകൊണ്ട് കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്യാനാണ് ട്രംപ് ശ്രമിക്കുന്നതെങ്കിൽ അത് കൂടുതൽ ആപത്കരമായിരിക്കും. നോക്കൂ, 2 മാസത്തേക്ക് മാത്രമാണ് സെനറ്റിൻ്റെയും ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അനുമതി ഇല്ലാതെ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ അമേരിക്കൻ പ്രസിഡന്റ് അനുമതിയുള്ളത്. അതിനുശേഷം, അതായത് ഫെബ്രുവരി 28 തുടങ്ങി, മാർച്ച് 28, ഏപ്രിൽ 28. അപ്പോൾ ഏപ്രിൽ അവസാനിക്കുന്നതിന് മുൻപ്, ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് യുദ്ധത്തിൽ ഒരു നിശ്ചിത ലെവൽ കൈവരിച്ചില്ല എങ്കിൽ അമേരിക്കൻ കോൺഗ്രസ് ട്രംപിന് കൂടെ നിൽക്കില്ല. അങ്ങനെയെങ്കിൽ പണം ലഭിക്കില്ല. യുദ്ധാവശ്യത്തിനുള്ള പണം അനുവദിച്ചു കിട്ടണം. അത് നൽകേണ്ടത് അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസ് ആണ്. കോൺഗ്രഷണൽ കൺട്രോൾ ഓവർ അമേരിക്കൻ പ്രസിഡന്റ് വിൽ കം. അതായത് അമേരിക്ക പ്രവർത്തിക്കുന്നത് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന ഒരു സിസ്റ്റം അനുസരിച്ചാണ്. പ്രസിഡന്റ് അനാവശ്യമായി ധൃതി കാട്ടുന്നു, അനാവശ്യമായി ഡോമിനേറ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ അമേരിക്കൻ പാർലമെൻറ്റായ കോൺഗ്രസിന് കഴിയും. കോടതി ഓൾറെഡി ഇത് ചെക്ക് ചെയ്യുന്ന കണ്ടല്ലോ. ട്രംപ് വ്യാപാര യുദ്ധമായി നീങ്ങിയപ്പോൾ ടാരിഫ് ഇങ്ങനെ ചുമത്താൻ പറ്റില്ല എന്ന് അമേരിക്കൻ കോടതി പറഞ്ഞപ്പോൾ അതൊരു ബാലൻസിങ് ആക്റ്റാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുക വഴി ബാലൻസ് ചെയ്ത് പോവുകയാണ് സിസ്റ്റം. അതുപോലെ കോൺഗ്രഷണൽ ബാലൻസ് വരും. പക്ഷേ അതിന് നവംബർ മാസം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുൻപ് തന്നെ വിവേകപൂർവമായ നടപടികൾ അമേരിക്കൻ കോൺഗ്രസിന് എടുക്കാൻ സാധിക്കുമെങ്കിൽ യുദ്ധ പിന്മാറ്റത്തിനും 30 ദിവസം സമയമുണ്ട്. ഈ വാർ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമനിർമ്മാണമുണ്ട് അമേരിക്കയിൽ. അത് 1973 നിയമനിർമ്മാണമാണ്. അതനുസരിച്ചാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിർണായക സമയത്ത് അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാം, 2 മാസത്തേക്ക് കൊണ്ടുപോകാം. അതിനുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിച്ച് പിൻവാങ്ങാൻ 1 മാസം കൂടെ സമയം കിട്ടും, പരമാവധി 3 മാസം. ഇപ്പോൾ ഫെബ്രുവരി 22 തുടങ്ങിയ യുദ്ധം 3 മാസത്തിനുള്ളിൽ എല്ലാം പരിഹരിച്ച് കരയിലെത്തിയേ പറ്റൂ. ഈ അവസ്ഥ ഒരു തിടുക്കമുണ്ടാക്കുന്നു ട്രംപിന് മേൽ. ആ തിടുക്കത്തിൽ നിന്നുകൊണ്ട് വളരെ റാഡിക്കലായി ഒന്നും ചെയ്തു കൂട്ടി കൂടുതൽ അബദ്ധങ്ങളിലേക്ക് ട്രംപ് പ്രവേശിക്കാതെ ഇരിക്കട്ടെ.